ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് എക്സാം തൊട്ട് ലാസ്റ്റ് വരെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരോടൊപ്പം നിൽക്കാൻ സാധിച്ചതിലും നിങ്ങളെ എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരുപാട് സഹായിക്കാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടതാണെന്നിട്ട് പോലും ഒരുപാട് പേരത് കണ്ടു, ഒരുപാട് പേര് അതിന് പ്രയത്നിച്ചു, ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് ലാസ്റ്റ് കഴിഞ്ഞ എക്സാം ഉൾപ്പെടെ ബയോളജി തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ കുറച്ച് പാഠഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ ഇനി നല്ല ഈശ്വരാനുഗ്രഹവും ദൈവാനുഗ്രഹവും ഇനിയാണ് നമ്മുടെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ. നമ്മൾ വർക്ക് ചെയ്യണതിൻ്റെ പരമാവധി നമ്മൾ വർക്ക് ചെയ്തു, പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഭാഗ്യമാണ്. ഭാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തായാലും നിങ്ങൾ ആൻസർ എഴുതി കൊടുത്തു, അത് ഇനി ആരും റീറൈറ്റ് ചെയ്യാനോ മാറ്റാനോ പോകുന്നില്ല. അതിൽ പറഞ്ഞ ഭാഗ്യങ്ങളിലെ 1-2 ഭാഗ്യങ്ങളുടെ ഘടകങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഇതിൽ മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പേപ്പർ വാല്യുവേഷൻ്റെ രീതി. അതെല്ലാവരും ഒരേ രീതി ആയിരിക്കത്തില്ല. ചില ടീച്ചർമാർ ഇനി നമ്മൾ സ്പീഡിൽ എഴുതി പോകുമ്പോൾ ദായുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടാൽ പോലും THEക്ക് വരെ നമ്മൾ വേഗം എഴുതിപ്പോയപ്പോൾ H വിട്ടുപോയി, TE എന്നായിപ്പോയി, എന്നാൽ പോലും വെട്ടിയിടും, എന്നിട്ട് 1/2 മാർക്ക് കുറയ്ക്കും. ചിലവരാണെങ്കിൽ കാഷ്വൽ മിസ്റ്റേക്ക് ആയിട്ട് കണക്കാക്കിയിട്ട് അതിന് മാർക്ക് കുറയ്ക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ റൂഡായിട്ടുള്ളവരും പേപ്പർ കറക്റ്റ് ചെയ്യാനുണ്ട്, ഇത്തിരി വിട്ടുവീഴ്ച ചെയ്യുന്നവരും പേപ്പർ കറക്റ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മളെ ഭാഗ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. റിയലായിട്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് പോവാം, അത് അങ്ങനെയാണ്. കാരണം നമ്മൾ തെറ്റെഴുതിയ മാർക്ക് കുറയും. പക്ഷേ എന്നിരുന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചില ടീച്ചർമാരൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വാല്യുവേഷൻ ലിബറലാക്കി കറക്റ്റ് ചെയ്യണ പ്രവണത കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ മാത്സൊക്കെ മിക്കവാറുമല്ല, അതിന് റൂളാണ്. ഇക്വേഷനൊക്കെ മാർക്ക് തന്നു പോകണം. ആ ഫൈനൽ ആൻസർ ഒരു പക്ഷേ 1-2 ഉത്തരത്തിൻ്റെ ഫൈനൽ ആൻസർ തെറ്റിയാലും ഇക്വേഷനൊക്കെ മാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിധിയുണ്ട് എത്ര കൊടുക്കുക എന്നുള്ളത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ചെറിയ മിസ്റ്റേക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഔട്ടായി പോയാൽ എത്ര മാർക്കിൻ്റെ പരിധിയുണ്ട് എത്ര കൊടുക്കുക എന്നുള്ളത്. അതെല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, ഒരു പക്ഷേ വാല്യൂ ചെയ്യണത് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ ആൻസർ കീ എത്തിപ്പെടുന്നത് നല്ല ഒരു അധ്യാപികൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ട്യൂട്ടറിൻ്റെ ആവട്ടെ, നിങ്ങൾക്ക് നല്ല മാർക്കുകൾ കിട്ടട്ടെ എല്ലാവർക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്താണ്, ലക്കാണ്, ഭാഗ്യമാണ്. നമ്മളെ കഷ്ടപ്പാട് പഠിച്ചു, നമ്മളെ മാക്സിമം പരീക്ഷ എഴുതി, ഇനി ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, ഒരാളുടെ കിട്ടട്ടെ. അങ്ങനെ പറയാൻ കാരണം നമുക്ക് ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഒരു ഗ്രേഡ് മാറുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാം, 1 മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഒരു ഗ്രേഡ് ചിലപ്പോൾ. അങ്ങനെ ഒരു സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ എഴുതുന്നതിൻ്റെ പരമാവധി മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. പിന്നെ നമുക്കത് ഇനി കുറച്ച് ദിവസം വെക്കേഷനാണ്. ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ്, വെയിലാണ്. നമ്മൾ അത് കെയർ ചെയ്യണം. സൂര്യാഘാതമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ, വെക്കേഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ആ കാര്യങ്ങളെ കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധ വയ്ക്കുക. പിന്നെ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴും പുറത്തിറങ്ങുമ്പോഴൊക്കെ കെയർ ചെയ്തുകൊണ്ട് പോവുക. ഒരുപാട് വെള്ളം കുടിക്കുക, ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്, വളരെ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ വെക്കേഷനിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ നമ്മൾ പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ദൈവത്തിന് നമ്മൾ ഒരുപാട് കാശ് കൊണ്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞ് അനുഗ്രഹം ഇങ്ങനെ, അല്ലെങ്കിൽ ചിലരൊക്കെ പറയാനുണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹാര ക്രിയകളൊക്കെ. എനിക്ക് അതിലോട്ടൊന്നും വലിയ തരത്തിലുള്ള വിശ്വാസം എനിക്ക് ഇല്ല, പരിഹാര ക്രിയകളിലും ഇതിലൊന്നും. എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്. അതിപ്പം ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളിനെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പം പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കാണും, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ അവരെയൊക്കെ കാണുമ്പോൾ ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അവരെ കാണും. നിങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളത് മിസ് ചെയ്തിട്ട് വരരുത്, നിങ്ങളത് കൊടുക്കുക. അവിടെ നിങ്ങളെ അപ്പോൾ കാണുന്നത് ഈശ്വരനായിട്ടാണ്. ഒരാൾ അതിപ്പോൾ പാവപ്പെട്ടവരെന്ന് തന്നെ ഇല്ല, നിങ്ങൾക്ക് ആരെ വേണോ ഹെൽപ്പ് ചെയ്യാം. ഒരാൾ നടന്നു പോണ വഴിയിൽ ഒരു മുള്ള് കിടക്കണുണ്ട്, ഒരു ആണി കിടക്കണുണ്ട്, നിങ്ങൾ പെട്ടെന്ന് എടുത്തെടുത്ത് മാറ്റി അവിടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ നന്മയാണ്. അപ്പോൾ ഈ വെക്കേഷന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നന്മകൾ ചെയ്യുക. മറ്റുള്ളവർക്ക് നിങ്ങളടുത്ത് ഒരു സ്നേഹം ഉണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതെ, മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ മാക്സിമം അവരെ സഹായിക്കുക. അമ്മേച്ചനെയും പറയണതൊക്കെ കേട്ട് നല്ല കുട്ടികളാവട്ടെ. വെക്കേഷൻ എല്ലാവർക്കും നല്ലതാവട്ടെ. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ജീവിതത്തിലെ ഏറ്റവും നല്ല മനോഹരമായ സമയമാണിത് വെക്കേഷൻ.
ഒരുപക്ഷെ പ്ലസ് ടുവിൻ്റെ വെക്കേഷനോ പ്ലസ് വണ്ണിൻ്റെ വെക്കേഷനോ ഒന്നും ഇത്രയും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ കാണും. അപ്പോൾ ഇത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു വെക്കേഷനാണ്. പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുകയാണെങ്കിൽ അവരായിട്ട് ഒക്കെ കൂടിയിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു വെക്കേഷനാണ്. അപ്പോൾ ഈ വെക്കേഷൻ എല്ലാവർക്കും നല്ലതായിട്ട് മാറട്ടെ, ഒരുപാട് നന്മകൾ ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ, നല്ലൊരു ട്യൂട്ടറിൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾ പേപ്പർ എത്തട്ടെ, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ വെക്കേഷനെ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് കോഴ്സ് പഠിക്കാൻ പോയാലും ആദ്യം തിരക്കേണ്ടത് സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണോ എന്നൊന്ന് അന്വേഷിക്കുക. കെൽട്രോൺ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ്. പിന്നെ അതുപോലെ 1-2 റിട്രോണിക്സ്, അതുപോലെ 1-2 സർക്കാർ സ്ഥാപനങ്ങളിലെ സർട്ടിഫിക്കറ്റൊക്കെ വാലിഡ് ആണ്. നമ്മൾ വെക്കേഷൻ വെറുതെ ഒരു കോഴ്സ് പഠിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കാനൊക്കെ ആണെങ്കിൽ ഒരു കോഴ്സ് ചെയ്യണതിൽ തെറ്റില്ല. അല്ലാതെ വെറുതെ ഒരു കോഴ്സ് ചെയ്ത് കളഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാതെ ചുമ്മാ പറയണ കാശ് മൊത്തം കെട്ടി വെച്ച് ഒരു കോഴ്സിനോട് പോയിട്ട് നിങ്ങൾക്കത് ഗുണം ചെയ്യുമോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ കോഴ്സിനൊക്കെ പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരോട് വരെയൊക്കെ സുഹൃത്തുക്കൾ, സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണെങ്കിൽ മാത്രം ഒരുപാട് കാശ് കൊടുത്ത് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ പോകുക. അല്ല ജനറലായിട്ട് കമ്പ്യൂട്ടർ എന്താണെന്നും പവർ പോയിൻറ്റും എക്സലും വേർഡും എന്താക്കണമെന്നൊക്കെ മനസ്സിലാക്കാനാണെങ്കിൽ കുറഞ്ഞ പൈസയുള്ള ഏതെങ്കിലും കോഴ്സ് എടുത്ത് പോകുക. വെറുതെ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടില്ല. കാരണം നമുക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ കൊണ്ട് വച്ചിരിക്കാനേ പറ്റും. ഈ DCA ഒക്കെ പഠിക്കാൻ +2 യോഗ്യത വേണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഏത് കോഴ്സാണെന്ന് അന്വേഷിക്കുക. സർട്ടിഫിക്കറ്റിന് വാല്യൂഡ് ഉണ്ടോ എന്ന് മസ്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാല്യൂഡ് ഉള്ളൊരു സർട്ടിഫിക്കറ്റ് പോകുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോവുക, കുഞ്ഞൻ ഫീസുള്ള എന്തെങ്കിലും കോഴ്സ് എടുത്ത് പോയാൽ നിങ്ങൾ ജസ്റ്റ് കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുള്ളിടത്ത് മാത്രമാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യണമുണ്ട്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ വലുതായിട്ട് കലിപ്പാക്കിയില്ലെങ്കിലും നമുക്ക് ഒരു ലെവലിലെത്തിയിട്ട് പോകാമെന്നേ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മനസ്സിലാക്കട്ടെ. വെക്കേഷന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് കുറച്ച് ഇംഗ്ലീഷും കൂടെ പഠിച്ചു പോകാം. +1 എത്തുമ്പോഴത്തേനും വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. റോക്സ് ദിസ് വെക്കേഷൻ. ഹാവ് എ ഗ്രേറ്റ് ടൈം. പരീക്ഷ കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ, കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുക. നമ്മളെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മളെ ഈശ്വരൻ സഹായിക്കുമെന്നേ. ഓക്കെ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ് ഓഫ് യു. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.